കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂണിഫോം കണ്ടിന്യൂറ്റി ആൻഡ് അതിന് എക്സാമ്പിൾസും ആണ്. യൂണിഫോംലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻസിന് എക്സാമ്പിൾസും യൂണിഫോംലി കണ്ടിന്യൂസ് അല്ലാത്ത ഫംഗ്ഷൻസിന് എക്സാമ്പിൾസും. അതിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ തീർച്ചയായും അത് കണ്ടിന്യൂസ് ആണ്. ആൻഡ് ദ കോൺവേഴ്സ് ഇസ് നോട്ട് ട്രൂ. കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് എല്ലാം തന്നെ എന്തല്ല, യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിനായിട്ടുള്ളത് യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം. കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് വിച്ച് ആർ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ആണെങ്കിൽ തീർച്ചയായും യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. യൂണിഫോം കണ്ടിന്യൂറ്റി തിയറത്തിൻ്റെ പ്രൂഫിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയൻ ആവശ്യമാണ്. അപ്പോൾ എന്താണ് നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയൻ എന്നുള്ളത് നോക്കുക. A subset of R and F from A to R function ആണ്. And the following statements are equivalent. ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകൾ ഈക്വലൻ്റ് ആണ്. The first one, F is not uniformly continuous on A. ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല. ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്കറിയാം for every epsilon greater than 0 there exists delta which depends only on epsilon such that whenever modulus of x minus y is less than delta we get f of x minus f of y is less than epsilon. അപ്പോൾ ഈ സെക്കൻഡ് കണ്ടീഷൻ നോൺ യൂണിഫോം എന്നുള്ളതിൻ്റെ ഡയറക്റ്റ് ഇംപ്ലിക്കേഷനാണ്. നോൺ യൂണിഫോം ആവുന്ന സമയത്ത് ഫോർ എവരി എന്നുള്ളത് മാറിയിട്ട് ദർ എക്സിസ്റ്റ് എപ്സിലോൺ. സോ ദർ എക്സിസ്റ്റ് സം എപ്സിലോൺ ഗ്രേറ്റർ ദാൻ എപ്സിലോൺ നോട്ട് എന്നതിനെ വിളിക്കുകയാണ് എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് നോൺ യൂണിഫോം അല്ലേ. അപ്പോൾ ഫോർ ദർ എക്സിസ്റ്റ് എന്നുള്ളത് മാറി ഫോർ എവരി എന്നുള്ളതായി മാറി. സോ അങ്ങനെ നോക്കുമ്പോൾ there exists an epsilon naught which is positive such that for every delta greater than 0 there are points delta നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോയിന്റ്സ് ഉണ്ടാവും. എക്സ് ഡെൽറ്റ ആൻഡ് യു ഡെൽറ്റ ഇൻ എ, രണ്ട് പോയിന്റ്സ് എയിൽ ഉണ്ടാവും സച്ച് ദാറ്റ് അവർ തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും, പക്ഷേ ഫംഗ്ഷൻ്റെ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ നോട്ട് ആയിരിക്കും. അപ്പോൾ നോൺ യൂണിഫോംലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻസിൻ്റെ കേസിലൊക്കെ നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്തത്. രണ്ട് എക്സും വൈയും ചൂസ് ചെയ്യും സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ഇസ് ലെസ് ദാൻ ഡെൽറ്റ ബട്ട് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അവിടെ ആ കേസിലൊക്കെ നമ്മൾ എപ്സിലോൺ 1 എന്നാണ് എടുത്തത്. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇത് നോൺ യൂണിഫോം ആവുന്ന സമയത്ത് ഡയറക്റ്റ് കിട്ടുന്ന കണ്ടീഷനാണ് 2. അപ്പോൾ നമ്മൾ 3 കണ്ടീഷൻസ് ഇക്വിവാലൻ്റ് എന്ന് പ്രൂവ് ചെയ്യുന്ന സമയത്ത് 1 ഇംപ്ലൈസ് 2, 2 ഇംപ്ലൈസ് 3 ആൻഡ് 3 ഇംപ്ലൈസ് 1 ഈ രീതിയിലാണ് പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ 1 ഇംപ്ലൈസ് 2 പ്രൂവ് ചെയ്യാനില്ല, ഡയറക്റ്റ് കിട്ടുന്ന കേസാണ്. സോ അത് ഞാൻ ടേക്കപ്പ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ ഇമ്പോർട്ടൻസ് 1 ഇംപ്ലൈസ് 2 എന്നല്ല, കാരണം നമുക്ക് അറിയാവുന്ന ഡെഫിനിഷൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇവിടെ 2 ഇംപ്ലൈസ് 3 ആണ്. ഇപ്പോൾ 3 എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണ്? 3 എന്ന് പറഞ്ഞ കണ്ടീഷൻ ദർ എക്സിസ്റ്റ് ആൻഡ് എപ്സിലോൺ നോട്ട് പോസിറ്റീവ് ആൻഡ് 2 സീക്വൻസസ്, 2 സീക്വൻസുകൾ ഇവിടെ കിട്ടുന്നതാണ്. ഈ സീക്വൻസുകൾ നമ്മൾ അല്ലെങ്കിൽ ഈ കണ്ടീഷൻ ഉപയോഗിക്കുന്നു അടുത്ത ഇമ്പോർട്ടൻറ്റ് തിയറം യൂണിഫോം കണ്ടിന്യൂറ്റി തിയറത്തിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എക്സാമിന് ചോദിക്കാനും ചാൻസ് ഉള്ളത് ഇക്വിവലൻസ് പ്രൂവ് ചെയ്യുന്നതിന് പകരം ഇഫ് എഫ് ഇസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് പ്രൂവ് ദാറ്റ് ഡയറക്റ്റ് 3 ചോദിക്കാം. അപ്പോൾ ആ കേസിൽ നമ്മൾ 2 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് 3 പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. Okay, so there exists epsilon naught greater than 0 and 2 sequences xn and un in A such that xn minus un the limit is 0 ആണ് and f of xn minus f of un is greater than or equal to epsilon naught for all n belongs to n. അപ്പോൾ ഈ കണ്ടീഷനിലോട്ടാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. അല്ലെങ്കിൽ f is not uniformly continuous ആണെങ്കിൽ ഈ കണ്ടീഷൻ എത്തും, അല്ലെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആണ്. ശരി, എന്തായാലും 2 implies 3 പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സപ്പോസ് ചെയ്യുന്നു 2
2 എന്ന് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. നമ്മൾ സപ്പോസ് ചെയ്യുന്നത് there exists epsilon naught greater than 0 such that for every delta greater than 0 there are points x delta and u delta in A. So ആ കണ്ടീഷൻ നമ്മൾ സപ്പോസ് ചെയ്യാണ്. So there exists epsilon naught such that for every delta greater than 0 then for delta is equal to ഞാൻ ഇവിടെ 1/n എന്ന് ചൂസ് ചെയ്യണം. അപ്പോൾ ഈ കണ്ടീഷൻ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഏത് ഡെൽറ്റ പോസിറ്റീവ് എടുത്താലും ആ ഡെൽറ്റയെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എക്സ് ഡെൽറ്റയും യു ഡെൽറ്റയും കിട്ടുമെന്ന്. അപ്പോൾ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 1/n ആവുന്ന സമയത്ത് ഫോർ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 1/n ഇവിടെ പറഞ്ഞത് there exists epsilon naught positive such that for every delta positive, ഇപ്പോൾ ഡെൽറ്റയുടെ ഏത് വാല്യൂ എടുത്താലും ഡെൽറ്റ ഇസ് ഈക്വൽ ടു 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ there are points x say delta 1 u delta 1 in A such that ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ. അതുപോലെ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 1/2 എന്ന് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് രണ്ട് പോയിന്റ്സ് കിട്ടും എക്സ് ഡെൽറ്റ 1/2 യു ഡെൽറ്റ 1/2 ഇൻ എ സച്ച് ദാറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ. അപ്പോൾ ഓരോ ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് രണ്ട് പോയിന്റ്സ് കിട്ടും. സോ ഡെൽറ്റ 1/n എടുക്കുമ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് പറയാം വി ഗെറ്റ് 2 പോയിന്റ്സ്. ഞാൻ തൽക്കാലം എക്സ് എൻ യു എൻ എന്ന് തന്നെ വിളിക്കുകയാണ് ഇൻ എ സച്ച് ദാറ്റ് modulus of xn minus un is less than delta and modulus of f of xn minus f of un is less than is greater than or equal to epsilon naught. Okay, രണ്ട് sequence of terms കിട്ടാണ് xn and un. In the condition satisfy modulus of xn minus un is less than delta. Modulus of xn minus un less than delta implies minus delta is less than xn minus un is less than delta, and delta എന്നുള്ള ഇവിടെ 1/n ആണ്. This is 1/n 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 is tending to 0, therefore limit of xn minus un is equal to 0. So we get two sequences xn and un. എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാം such that xn minus un is tending to 0 or limit of xn minus un is 0 and modulus of f of xn minus f of un is greater than or equal to epsilon naught. So 1 implies 2 നമ്മൾ ചെയ്തു and 2 implies 3 അതും ഡൺ. ഇപ്പോൾ ഈ 1 നിന്ന് ഡയറക്റ്റ് 3 പോയാൽ അതിനിടയിൽ മിസ്സായിട്ടുള്ള കാര്യം അതാണ്. എഫ് ഇസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എ ആണെങ്കിൽ there exists epsilon naught and 2 sequences. So പിന്നെ ഡെൽറ്റയുടെ കാര്യം പറയുന്നില്ല. So there exists epsilon naught greater than 0 and 2 sequences xn and un in such a way that ആ സീക്വൻസുകളുടെ പ്രത്യേകത വളരെ ക്ലോസ് ആയിട്ടുള്ള സീക്വൻസുകളാണ്. xn minus un is tending to 0 and modulus of f of xn minus f of un is greater than or equal to epsilon naught. സാധാരണ കേസിൽ xn minus un is tending to 0 ആണെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ f of xn minus f of un tending to 0 വരണം. പക്ഷേ ഇവിടെ f of xn minus f of un is greater than or equal to epsilon naught ആണെന്നാണ് വരുന്നത്. സോ എന്തോ എവിടെയോ കണ്ടിന്യൂറ്റിയുമായിട്ട് കണക്ഷൻ അവിടെ പ്രശ്നം വരുന്നുണ്ട്. ആ ഒരു കേസാണ് നമ്മൾ യൂണിഫോം കണ്ടിന്യൂറ്റി തിയറത്തിൽ യൂസ് ചെയ്യാൻ പോകും. അപ്പോൾ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 1 implies 2 പ്രൂവ് ചെയ്തു, 2 implies 3 പ്രൂവ് ചെയ്തു, നേരെ തിരിച്ച് 3 implies 1 ആണ്. 3 implies 1 പ്രൂവ് ചെയ്യാൻ നമ്മൾ സപ്പോസ് ചെയ്യുന്നു 3 സപ്പോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ there exists epsilon naught greater than 0 and 2 sequences xn and
limit of xn minus un is equal to 0 and modulus of f of xn minus f of un is greater than or equal to that epsilon naught. നമുക്ക് പ്രൂവ് ചെയ്യണം f is not uniformly continuous on A. സോ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്ന് പ്രൂവ് ചെയ്യുന്ന കേസിൽ എല്ലാത്തിലും നമ്മൾ ചെയ്തത് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ആണ്. സോ ഇവിടെയും അത് തന്നെ ട്രൈ ചെയ്യുന്നു. ഇഫ് പോസിബിൾ സപ്പോസ് ദാറ്റ് f is uniformly continuous on A. f യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കും. കണ്ടിന്യൂസ് ആണെങ്കിൽ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there is a ഡെൽറ്റ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത 3 പ്രോബ്ലത്തിലും നമ്മൾ എപ്സിലോൺ ആയിട്ട് അവിടെ എടുത്തത് 1 ആണ്. ഇവിടെ ഞാൻ എപ്സിലോൺ എടുക്കുന്നു. ടേക്ക് എപ്സിലോൺ ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞ there is an epsilon നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ എപ്സിലോൺ നോട്ട് എടുക്കുന്നു. Then there exists uniformly continuous ആണെങ്കിൽ there exists delta greater than 0 such that modulus of f of x minus f of y is less than epsilon naught whenever modulus of x minus y is less than delta. നമുക്ക് കോൺട്രഡിക്ഷൻ വേണം. കോൺട്രഡിക്ഷൻ വേണമെങ്കിൽ ഈ ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സും വൈയും നമുക്ക് കിട്ടണം. മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കണം. പക്ഷേ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ആവണം. അപ്പോൾ ആ ഒരു രീതിയിലോട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതിന് നമ്മൾ ഇത് ഉപയോഗിക്കാം. സെൻസ് നമുക്ക് ഓൾറെഡി ഒരു എപ്സിലോൺ നോട്ട് ഉണ്ട്, അതിൻ്റെ കാര്യങ്ങൾ അതുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ഇവിടെ കാര്യം എഴുതി വെച്ചു. ഇനി 2 സീക്വൻസുകളുണ്ട് എക്സ് എൻ ആൻഡ് യു എൻ. ആ സീക്വൻസുകളുടെ പ്രത്യേകത എക്സ് എൻ മൈനസ് യു എൻ ഇസ് ടെൻഡിങ് ടു 0 ആൻഡ് ഈ കണ്ടീഷനും അവിടെ ഉണ്ട്. അപ്പോൾ അത് ഇവിടെ ഉപയോഗിക്കാൻ പോവാണ്. സിൻസ് ലിമിറ്റ് ഓഫ് എക്സ് എൻ മൈനസ് യു എൻ ഇസ് ഈക്വൽ ടു 0. എപ്പോഴും ഒരു സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആവുന്ന സീക്വൻസിലെ ടേംസ് അങ്ങോട്ട് പോകുന്ന സമയത്ത് 0 പോകണം. സീക്വൻസ് 0 അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൽ ടേംസ് ഇങ്ങനെ അടുത്തടുത്ത് 0 പോകും. അല്ലെങ്കിൽ ഏത് എപ്സിലോൺ പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാലും ദർ ആർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എപ്സിലോൺ നൈബർഹുഡ് ഓഫ് 0 എന്ന് വരും. അല്ലെങ്കിൽ വി ക്യാൻ ഫൈൻഡ് കെ എ നാച്ചുറൽ നമ്പർ കെ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് ദാറ്റ് സീക്വൻസിലെ ടേം മൈനസ് 0 ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അല്ലെങ്കിൽ എക്സ് കെ കഴിഞ്ഞിട്ടുള്ള ടേംസ് ഒക്കെ 0യുടെ എപ്സിലോൺ നൈബർഹുഡിൽ വരും. എപ്സിലോൺ എടുക്കുന്നതിന് പകരം സോ ഫോർ ഡെൽറ്റ പോസിറ്റീവ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡെൽറ്റ ഉണ്ടല്ലോ, ചെറിയ പോസിറ്റീവ് ക്വാണ്ടിറ്റി അല്ല, ഡെൽറ്റ പോസിറ്റീവ് there exists k belongs to n such that modulus of xn minus un is less than delta for all n greater than or equal to k. അതായത് സീക്വൻസിലെ ടേംസ് 0 അപ്രോച്ച് ചെയ്യുന്നു. എക്സ് എൻ മൈനസ് യു എൻ ആണ് സീക്വൻസിലെ ടേംസ് വരിക. ഞാനൊരു ചെറിയ പോസിറ്റീവ് നമ്പർ എടുക്കുന്നു ഡെൽറ്റ. അത് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ഡെൽറ്റ തന്നെയാണ്. സോ ഈ ടേംസ്, ഈ സീക്വൻസിലെ ടേംസ് ഇങ്ങനെ പോയിട്ട് നമുക്കൊരു കെ കിട്ടും. എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ആ സീക്വൻസിലെ ടേംസും 0 തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റ ആവും. ആ സീക്വൻസിലെ ടേംസ് പറഞ്ഞാൽ എക്സ് എൻ മൈനസ് യു എൻ ആണ്. സോ എക്സ് എൻ മൈനസ് യു എനും xn minus un minus 0 എന്ന് പറഞ്ഞാൽ xn minus un തന്നെയായി. സോ മോഡുലസ് ഓഫ് xn minus un is less than delta for all n greater than or equal to k എന്ന് വരും. പക്ഷേ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ എന്താ ആ കണ്ടീഷൻ? Whenever modulus of x minus y is less than delta, we get modulus of f of x minus f of y is less than epsilon naught. അപ്പോൾ ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന എക്സ് എൻ യു എന്നുകൾ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ, നമുക്ക് 2 പേര് മതി. പക്ഷെ ഇവിടെ എക്സ് എൻ മൈനസ് യു എനിൽ കുറേ ടേംസ് ഉണ്ട്. ആ ടേംസും ഈ എക്സ് എൻ മൈനസ് യു എന്നുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഏതിനേക്കാൾ ചെറുതാണ്? ഡെൽറ്റേനേക്കാൾ ചെറുതാണ്.
ആ കേസുകളിലൊക്കെയും ഈ കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് യു എൻ ലെസ് ദാൻ എപ്സിലോൺ നോട്ട് എന്ന് വരും. ദാറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഒന്നുകൂടെ നോക്കിയാൽ നമുക്കൊരു എപ്സിലോൺ നോട്ട് ഉണ്ടായിരുന്നു ആൻഡ് 2 സീക്വൻസുകൾ ഉണ്ടായിരുന്നു എക്സ് എൻ യു എൻ. അതിലെല്ലാം ടേംസ് ഒക്കെ എവിടെ ഉള്ളത് തന്നെയാണ്, ഏലുള്ള ടേംസ് തന്നെയാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കാര്യം അതാണ്, ആ സീക്വൻസിലെ ടേംസിൽ ഒരു കെ കഴിഞ്ഞുള്ള ബാക്കിയുള്ള ടേംസ് നോക്കിക്കഴിഞ്ഞാൽ എക്സ് എൻ മൈനസ് യു എൻ്റെ ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റയാണ്. ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന കേസിൽ ഇഫ് എഫ് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ്, മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് യു എൻ ലെസ് ദാൻ ഏത് വരണം, എപ്സിലോൺ നോട്ട് വരണം. പക്ഷേ അത് കോൺട്രഡിക്ഷൻ ആവും. എന്തിന് കോൺട്രഡിക്ഷൻ? നമ്മളെ സീക്വൻസ് എക്സ് എൻ യു എൻ്റെ പ്രത്യേകത 2 കാര്യങ്ങളുണ്ടായിരുന്നു. ലിമിറ്റ് ഓഫ് എക്സ് എൻ മൈനസ് യു എൻ ഇസ് ഈക്വൽ ടു 0 ആണ്, ആൻഡ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് യു എൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ആണ്. സോ ദാറ്റ്സ് എ കോൺട്രഡിക്ഷൻ. Therefore, f is not uniformly continuous on A. ഇപ്പോൾ 3 implies 1 ആയി. സോ 1 implies 2 ചെയ്തു, 2 implies 3 ചെയ്തു, 3 implies 1. പക്ഷേ അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന പോയിന്റ് അല്ലെങ്കിൽ നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇഫ് f is not uniformly continuous on A, if and only if statement ആണ്. F is not uniformly continuous on A if and only if there exists an epsilon naught and 2 sequences xn and un satisfying the condition xn minus un is tending to 0 or limit of xn minus un is equal to 0 with modulus of xn minus f of un is greater than or equal to epsilon naught for all n belongs to n. അപ്പോൾ ഇങ്ങനെ 2 സീക്വൻസുകൾ എക്സ് എൻ ആൻഡ് യു എൻ ഉണ്ടാവും ഓൺ ദ സെറ്റ് എ ഇഫ് എഫ് ഇസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ്. അപ്പോൾ ഈ കണ്ടീഷനാണ് നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയൻ, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിൻ്റെ അടുത്ത തിയറം പ്രൂവ് ചെയ്യുന്നത്. നോക്കാം, യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് മൊഡ്യൂൾ ചെറുതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പോർഷനിൽ ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞു, ലെറ്റ് ഐ ബി ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ആൻഡ് എഫ് ഫ്രം ഐ ടു ആർ ബി കണ്ടിന്യൂസ്. ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ക്ലിയർലി യൂണിഫോംലി കണ്ടിന്യൂസ്. യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ ഷുവറാണ് കണ്ടിന്യൂസ് ആണ്. പക്ഷേ കോൺവേഴ്സ് ഇസ് നോട്ട് ട്രൂ. അതായത് കണ്ടിന്യൂസ് ആവുന്ന എല്ലാ ഫംഗ്ഷൻസും യൂണിഫോംലി കണ്ടിന്യൂസ് ആവണമെന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് എക്സ് ഈക്വൽ ടു 1/x ആണ് ഇൻ ദ ഇൻ്റർവെൽ ഓപ്പൺ അറ്റ് 0 ആൻഡ് ക്ലോസ്ഡ് ഓർ ഓപ്പൺ അറ്റ് 1. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ബട്ട് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം അതാണ്, എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ വിച്ച് ഈസ് ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ആണെങ്കിൽ ഷുവർ ആണ് ദാറ്റ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ്. അതായത് ഇവിടെ തന്നെ 1 to 2 എന്ന് ഡിഫൈൻ ചെയ്തിരുന്നെങ്കിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആയേനെ. കണ്ടിന്യൂസ് ഫംഗ്ഷൻ വിച്ച് ഇസ് ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ആണെങ്കിൽ ഷുവർലി യൂണിഫോംലി കണ്ടിന്യൂസ്. Proof. Suppose that defined on closed bounded interval I continuous ആണ്, closed bounded interval defined ആണ്. Again, method of contradiction try ചെയ്യാണ്. If possible, suppose that f is not uniformly continuous. Not uniformly continuous ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്യുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും കോൺട്രഡിക്ഷൻ കിട്ടിയായിരിക്കും. ഇവിടെ 2 കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഒന്ന് നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയൻ, രണ്ടാമത്തെ ബോൾസാനോ വിയസ്ട്രാസ് തിയറം. അതായത് 5th സെമസ്റ്ററിൻ്റെ
ബേസിക് മാത്തമാറ്റിക്കൽ അനാലിസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ബോൾസാനോ വിയസ്ട്രാസ് തിയറം കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അപ്ലൈ ചെയ്താൽ തന്നെ പെട്ടെന്ന് ഇത് പ്രൂഫ് കിട്ടും. സോ ഇഫ് എഫ് ഇസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ബൈ നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയൻ, എന്തായിരുന്നു നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയയിലെ ലാസ്റ്റ് പോയിന്റ്, there exists epsilon naught positive and two sequences xn comma un in I, നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇൻ്റർവെൽ I ആണ്, such that limit of xn minus un is equal to 0 and modulus of f of xn minus f of un is greater than or equal to epsilon naught. ഒരു എപ്സിലോൺ നോട്ട് പോസിറ്റീവ് ഉണ്ട്, അതുപോലെ രണ്ട് സീക്വൻസുകളുണ്ട് xn and un. Since I is closed bounded, sequence xn is also bounded. ഐയിലെ ടേംസ് ആണ് ഈ എക്സനുകൾ. ഐ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണെങ്കിൽ തീർച്ചയായും എക്സനും തന്നെയാണ്, ബൗണ്ടഡ് ആണ്. ദെൻ ബൈ ബോൾസാനോ-വിയസ്ട്രാസ് തിയറം എന്തായിരുന്നു ബോൾസാനോ-വിയസ്ട്രാസ് തിയറം? Every bounded sequence has a convergent subsequence. അതായത് കൺവേർജൻ്റ് ആണെങ്കിൽ ബൗണ്ടഡ് ആണ്. കൺവേർജൻറ്റ് സീക്വൻസുകളൊക്കെ ബൗണ്ടഡ് ആണ്, പക്ഷെ നേരെ തിരിച്ച് ട്രൂ ആയിരുന്നില്ല. ബൗണ്ടഡ് ആണെങ്കിൽ കൺവേർജൻ്റ് ആവണമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ ബൗണ്ടഡ് സീക്വൻസുകളാണെങ്കിൽ അതിനൊരു കൺവേർജൻറ്റ് സബ് സീക്വൻസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ബോൾസാനോ-വിയസ്ട്രാസ് തിയറം. അപ്പോൾ ഇവിടെ നമ്മൾ എക്സൻ ഈസ് ബൗണ്ടഡ്, അപ്പോൾ അതിനൊരു കൺവേർജൻറ്റ് സബ് സീക്വൻസ് പോസിബിൾ ആണ്. There is a subsequence xnk നമുക്ക് പേര് വിളിക്കാം, of xn which is convergent. അതാണ് ബോൾസാനോ-വിയസ്ട്രാസ് തിയറം. ബൗണ്ടഡ് സീക്വൻസ് ആണ്, അതിന് കൺവേർജൻറ്റ് സബ് സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എക്സനും ഉണ്ട് യുനും ഉണ്ട്, രണ്ട് സീക്വൻസുകൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അതിൽ എക്സന് നമ്മൾ ചൂസ് ചെയ്തു. എക്സൻ ബൗണ്ടഡ് ആണ്, അതേപോലെ യുനും ബൗണ്ടഡ് ആണ്. എക്സന് ഒരു കൺവേർജൻറ്റ് സബ് സീക്വൻസ് ഉണ്ടാവും xnk, ആൻഡ് ലെറ്റ് ലിമിറ്റ് ഓഫ് xnk ഇസ് ഈക്വൽ ടു ഒരു z. കൺവേർജൻ്റ് ആണ്, കൺവേർജൻ്റ് ആകുമ്പോൾ അതിന് ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റിന് ഞാൻ ഏത് പേര് വിളിക്കുകയാണ്? z എന്ന് പേര് വിളിക്കുകയാണ്. സിൻസ് I is closed, it contains all its limit points. Therefore, z belongs to I. I എന്ന് പറയുന്ന സെറ്റ് ക്ലോസ്ഡ് ആയതുകൊണ്ട്, ക്ലോസ്ഡ് സെറ്റിൻ്റെ അഗൈൻ 5th സെമസ്റ്ററിലെ ബേസിക് മാത്തമാറ്റിക്കൽ അനാലിസിസ് ക്ലോസ്ഡ് ഓപ്പൺ സെറ്റ് ക്ലോസ്ഡ് സെറ്റിൻ്റെ കേസിൽ ക്ലോസ്ഡ് സെറ്റിൻ്റെ ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ക്ലോസ്ഡ് സെറ്റ് ആണെങ്കിൽ അത് ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ഇറ്റ്സ് ലിമിറ്റ് പോയിന്റ്സ്. അപ്പോൾ ഇവിടെ z ഇസ് എ ലിമിറ്റ് പോയിന്റ്, ഒരു സീക്വൻസിൻ്റെ ലിമിറ്റായിട്ട് വരികയാണ്. ആ സെറ്റിലെ ടേംസിൻ്റെ ലിമിറ്റായിട്ട് വരികയാണ്. അപ്പോൾ സെറ്റ് ക്ലോസ്ഡ് ആണെങ്കിൽ ആ സെറ്റിലെ ഏത് സീക്വൻസിൻ്റെയും, ആ സെറ്റിലെ ടേംസിൻ്റെ ഏത് സീക്വൻസിൻ്റെ ലിമിറ്റും ഏതിൽ തന്നെ ഉണ്ടാവും, ആ സെറ്റിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ z ഏതിൽ തന്നെയുണ്ട്? ഐയിൽ തന്നെയുണ്ട്. ഓൾസോ മോഡുലസ് ഓഫ് unk, ഇപ്പോൾ xnk കറസ്പോണ്ടിങ് ആയിട്ട് അപ്പുറത്ത് unk എന്ന് പറയുന്ന സീക്വൻസ് കൺസിഡർ ചെയ്യണം. -z is equal to
modulus of unk minus xnk plus xnk minus z. അപ്പോൾ ഒരു xnk ആഡ് ചെയ്തു മൈനസ് ചെയ്തു. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് unk minus xnk plus modulus of xnk minus z എന്ന് വരും. Now xnk converges to z ആണ്. So xnk minus z is tending to 0 വേണം. unk minus xnk അതും ഇവിടെ ഉണ്ട്. un minus xn minus un is tending to 0. Since xnk minus z tending to 0 and unk minus xnk tending to 0, we get unk minus z tending to 0 അല്ലെങ്കിൽ limit of unk is equal to z. ഇപ്പോൾ xnk-ൻ്റെ ലിമിറ്റാണ് നമ്മൾ z എന്ന് എടുത്തത്. അപ്പോൾ അവസാനം നമുക്ക് കിട്ടി unk-ൻ്റെ ലിമിറ്റും ഇത് തന്നെയാണ്, z ആണ്. നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയൻ ഉപയോഗിച്ചു, ബോൾസാനോ വിയർസ്ട്രാസ് തിയറം ഉപയോഗിച്ചു. നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയൻ വെച്ച് നമുക്ക് എപ്സിലോൺ നോട്ടും എക്സനും യുഎനും കിട്ടി. ബോൾസാനോ വിയർസ്ട്രാസ് തിയറം ഉപയോഗിച്ചപ്പോൾ എക്സൻകെയൊരു എക്സൻ ഒരു കൺവേർജൻസ് സബ്സീക്വൻസ് പോസിബിൾ ആണെന്ന് പറഞ്ഞു, അതിന് എക്സൻകെ എന്ന് പേര് വിളിച്ചു. അതിൻ്റെ ലിമിറ്റ് z ആണെങ്കിൽ ആ ലിമിറ്റ് തന്നെയാണ് നമുക്ക് ഏതിൻ്റെ ലിമിറ്റായിട്ട് കിട്ടുന്നത്, unk-ൻ്റെ ലിമിറ്റുമായിട്ട് കിട്ടുന്നത്. ഇനി നോക്കുന്നത് നമുക്ക് കോൺട്രഡിക്ഷൻ വേണം. ഇതിനാണ് കോൺട്രഡിക്ഷൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. n belongs to n, for all n belongs to n, അവിടെയാണ് നമ്മൾ കോൺട്രഡിക്ഷൻ ട്രൈ ചെയ്യുന്നത്. Since f is continuous, f continuous ആണ്. xnk converges to z implies ഈ xnകളൊക്കെയും ഏതിലെയാണ്, കണ്ടിന്യൂസ് ഓൺ i, ഓൺ ദ ഇൻ്റർവെൽ i. xnk എല്ലാം iയിലെ ടേംസ് ആണ്, z-ഉം iയിലെ ടേം ആണ്. xnkകൾ കൺവേർജസ് ടു z ആണെങ്കിൽ f of xnk is converges to f of z. കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ, എക്സുകൾ എയിലോട്ട് പോവുകയാണെങ്കിൽ എഫ് ഓഫ് എക്സുകൾ എഫ് ഓഫ് എയിലോട്ട് പോകും. unk converges to z implies f of unk converges to f of z. നമുക്ക് വേണ്ടത് കോൺട്രഡിക്ഷൻ ആണ്. എന്തിനാണ് കോൺട്രഡിക്ഷൻ ട്രൈ ചെയ്യാൻ പോകുന്നത്? നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയനിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സീക്വൻസുകൾ എക്സനും യുഎനും എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സൻ മൈനസ് എഫ് ഓഫ് യുഎൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഫോർ ഓൾ n belongs to n എന്നാണ്. ഈ സീക്വൻസിലെ ഏത് ടേംസ് എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് എക്സൻ മൈനസ് എഫ് ഓഫ് യുഎൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എന്നാണ് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ ഈ സീക്വൻസിൻ്റെ തന്നെ സബ്സീക്വൻസുകളായിട്ടുള്ള എക്സൻകെയിലും യുഎൻകെയിലും ടേംസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ now modulus of f of xnk minus f of unk is equal to modulus of f of xnk minus f of z plus f of z minus f of unk എന്ന് വരും. That is less than or equal to modulus of f of xnk minus f of z plus modulus of f of unk minus f of z. f of xnk is tending to f of z. So modulus of f of xnk minus f of z is tending to 0. This is tending to 0. This is tending to 0. So this is tending to 0.
സോ എഫ് ഓഫ് എക്സ് എൻ കെ മൈനസ് എഫ് ഓഫ് യു എൻ കെ ഇസ് ടെൻഡിങ് ടു സീറോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് അങ്ങോട്ട് പോകുന്ന സമയത്ത് വളരെ 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 ചെറുതായി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. ഏത് പോസിറ്റീവ് നമ്പറിനേക്കാളും ചെറുതായിട്ട് വരും, ഏത് എപ്സിലോണിനേക്കാളും ചെറുതായിട്ട് വരും. ഏത് എപ്സിലോണിനോട്ട് എടുത്തു കഴിഞ്ഞാലും അതിനേക്കാളും ചെറുതായിട്ട് വരും ഇതിലെ ടേംസ് എഫ് ഓഫ് എക്സ് എൻ കെ മൈനസ് എഫ് ഓഫ് യു എൻ കെയിലെ ടേംസ്. സോ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ ടു ഏതിന് കോൺട്രഡിക്ഷൻ ആണ്? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് യു എൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഫോർ ഓൾ n belongs to n. എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും എന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ഇത് ട്രൂ എന്നാണ് നമ്മളിവിടെ നേരത്തെ എഴുതി വെച്ചിരിക്കുന്നത്. അതിന് കോൺട്രഡിക്ഷനാണ്. അപ്പോൾ വീണ്ടും ഇതിനെ 1 എന്ന് വിളിക്കുകയാണ്. കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം നമ്മൾ അസംഷൻ റോങ് ആയിരുന്നു. എന്തായിരുന്നു അസംഷൻ? എഫ് ഇസ്, ഇഫ് പോസിബിൾ സപ്പോസ് ദാറ്റ് എഫ് ഇസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് എന്നുള്ള അസംഷൻ കാരണമാണ് ഇവിടെ കോൺട്രഡിക്ഷൻ വന്നിരിക്കുന്നത്. ദെർഫോർ എഫ് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ്. ഒന്നുകൂടെ നോക്കിയാൽ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇറ്റ് ഇസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ്. നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയൻ വെച്ച് നമുക്കൊരു എപ്സിലോൺ നോട്ടും കിട്ടും, 2 സീക്വൻസുകൾ എക്സ് എൻ യു എൻ കിട്ടും. അവർ എക്സ് എൻ മൈനസ് യു എൻ ടെൻസ് ടു 0 ആയിരിക്കും. ആൻഡ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് യു എൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് എപ്സിലോൺ നോട്ട് ആയിരിക്കും. പക്ഷേ അവിടെ പ്രശ്നമുണ്ട്. എക്സ് എൻ മൈനസ് യു എൻ ടെൻസ് ടു 0 ആകുമ്പോൾ എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് യു എനും ടെൻസ് ടു 0 ആയിരിക്കണം. കുറഞ്ഞു പോകണം. അതാണ് ഇവിടെ കോൺട്രഡിക്ഷൻ കൊണ്ടുവരുന്നത്. ഓക്കെ, നമ്മളെ കയ്യിൽ 2 സീക്വൻസുകളുണ്ട്, എക്സ് എന്നും ഉണ്ട് യു എൻ ഉണ്ട്. പക്ഷെ ഐ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആയതുകൊണ്ട് ഈ എക്സ് എന്ന് പറഞ്ഞ സീക്വൻസും ബൗണ്ടഡ് ആയി. ബൗണ്ടഡ് ആണെങ്കിൽ ദർ ഇസ് എ കൺവേർജൻറ്റ് സബ് സീക്വൻസ്, നമ്മളതിനെ എക്സ് എൻ കെ എന്ന് വിളിക്കുന്നു. എക്സ് എൻ കെയുടെ ലിമിറ്റ് സെഡ് ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഐ ക്ലോസ്ഡ് ആയതുകൊണ്ട് സെഡും ഐയിൽ തന്നെ ഉണ്ടാവും. നൗ എക്സ് എൻ കെ പോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് യു എൻ കെ എന്ന് പറയുന്ന, അതായത് എക്സ് എന്നുകളിൽ നിന്ന് കുറേ ടേംസ് എടുത്ത് മാറ്റി വയ്ക്കുന്നതാണല്ലോ എക്സ് എൻ കെ. ഇതേപോലെ എക്സ് എന്ന് കറസ്പോണ്ടിങ് ആയിട്ട് യു എൻ ഉണ്ട്, അതിൻ്റെ അകത്തും കറസ്പോണ്ടിങ് ടേംസ് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് യു എൻ കെ കിട്ടും. യു എൻ കെയും സെഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് കിട്ടും. സോ എക്സ് എൻ കെ കൺവേർജസ് ടു സെഡ് ആണ് ആൻഡ് യു എൻ കെ കൺവേർജസ് ടു സെഡ് ആണ്. എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് എൻ കെ എഫ് ഓഫ് സെഡിലോട്ട് കൺവേർട്ട് ചെയ്യും, എഫ് ഓഫ് യു എൻ കെ എഫ് ഓഫ് സെഡിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മൾ കോൺട്രഡിക്ഷൻ ട്രൈ ചെയ്യുന്നു. കോൺട്രഡിക്ഷൻ കിട്ടാൻ പോകുന്നത് ഇതിനാണ്. എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് യു എൻ, ഈ സീക്വൻസിലെ ടേംസിൻ്റെ കണ്ടീഷൻ, രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ്. എക്സ് എൻ ആൻഡ് യു എൻ അടുത്തടുത്ത് പോകുന്നത് മാത്രമല്ല, എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് യു എൻ അടുത്തടുത്ത് പോകുന്നില്ല എന്നുള്ളതാണ് നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയൻ്റെ അകത്ത് ഇവിടെ വരുന്നത്. അതിനാണ് നമ്മൾ കോൺട്രഡിക്ഷൻ ട്രൈ ചെയ്യുന്നത്. സോ എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് യു എൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഫോർ ഓൾ n ബിലോങ്സ് ടു n എന്നുള്ളതിന് കോൺട്രഡിക്ഷൻ ട്രൈ ചെയ്യുന്നു. അതിന് കോൺട്രഡിക്ഷൻ ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കൺവേർജൻറ്റ് സബ്സീക്വൻസിലെ ടേംസ് എടുക്കുന്നത് എഫ് ഓഫ് എക്സ് എൻ കെ മൈനസ് എഫ് ഓഫ് യു എൻ കെ എടുത്ത് നോക്കുന്നു. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് അല്ല, പകരം ദാറ്റ് ഈസ് കൺവേർജസ് ടു 0 ആണ്, കുറഞ്ഞു പോവുകയാണ്. ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ലെസ് ദാൻ എനി സ്മോൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി. എഫ് ഓഫ് എക്സ് എൻ കെ മൈനസ് എഫ് ഓഫ് സെഡ് പ്ലസ് എഫ് ഓഫ് സെഡ് ആഡ് ചെയ്തു, മൈനസ് ചെയ്തു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് ടെൻസ് ടു 0, ഇത് ടെൻസ് ടു 0. സോ ദിസ് ഡിഫറൻസ് ഇസ് ടെൻഡിങ് ടു 0. ദാറ്റ്സ് എ കോൺട്രഡിക്ഷൻ. Therefore F is uniformly continuous. Again, ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. യൂണിഫോംലി കണ്ടിന്യൂസ് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. Converse need not be true. F of x equal to 1 by x in the interval 0, 1, open interval 0, 1 is an example, is a counter example. Now, continuous function ആണ് ക്ലോസ്ഡ് ബൗണ്ടറി ഇൻ്റർവെൽ ആണെങ്കിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും.